പറയുന്നത് മനസ്സിലാക്കാൻ കഴിയും. ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ അതിനകത്ത് 1, 2, 3 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. അതിനകത്ത് ഒരു കെദ്രോൻ, ആമേൻ, ഒരു നദിയെ കുറിച്ചാണ് പഠിപ്പിക്കുന്നുണ്ട്. കെദ്രോൻ നദിയെ കുറിച്ച്. ആമേൻ. ആ കെദ്രോൻ നദിയെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ആമേൻ, അത് ഇരുട്ട് നിറഞ്ഞ, ആമേൻ, സ്ഥലമാണ്. ആമേൻ. അങ്ങോട്ട് ആർക്കും പോകാൻ പറ്റത്തില്ല. ആ നദി കടന്നാലേ യേശുവിന് ഗെത്സമനിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അവൻ യേശു നിരന്തരം പ്രാർത്ഥിക്കുന്ന ഇടമാണ് ഗെത്സമന. അവൻ യേശുവിന്റെ, അവൻ ഒലിവ്, അവൻ ഗാർഡൻ എന്ന് പറയും, തോട്ടം എന്ന് പറയും. ആ തോട്ടത്തിലേക്ക് യേശു നിരന്തരമായിട്ട് പോകുമായിരുന്നു. എന്നാൽ ഈ തോട്ടത്തിൽ പോകുന്ന മുൻപേ ഒരു നദി കിടക്കണം. ആ നദിയുടെ പേരാണ് കെദ്രോൻ നദി. എന്നാൽ കെദ്രോൻ നദിയെ കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നത് ഇരുട്ട് നിറഞ്ഞ നദിയാണ്. അവൻ ആ സ്ഥലം മൊത്തം ഇരുട്ട് നിറഞ്ഞ നദിയാണ്. ഈ കൂരിരുളിന്റെ താഴ്വര നിറഞ്ഞ നദിയാണ്. അവൻ അല്ലെങ്കിൽ അതേക്കുറിച്ച് ഒത്തിരി പറയുന്നുണ്ട്. മരണത്തിന്റെ യാഗം കഴിക്കുന്ന സ്ഥലമാണ്. അവൻ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ, 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ പിടിക്കാൻ വന്നവർ, ആമേൻ, ഹല്ലേലൂയ, അവിടെ കണ്ടത് യേശുവിനെ പിടിക്കാൻ വന്നവർ പടയാളികൾ എല്ലാവരും വലിയ വലിയ ടോർച്ച് പിടിച്ചുകൊണ്ടാണ് വന്നത്. പറഞ്ഞാൽ അവർക്ക് അവിടെ സഞ്ചരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും കൂരിരുൾ നടന്നു കിടക്കുന്ന ഒരിടമാണ് അവിടെ. ആമേൻ. ഹല്ലേലൂയ. എന്താണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? യേശു അവൻ ആവർത്തിച്ചു പോകുന്ന സ്ഥലം കൂരിരുൾ നടന്ന ഒരു ഇടമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം യേശുവിന് ടോർച്ച് ഒന്നുമില്ലായിരുന്നു. യേശു തന്നെ വെളിച്ചമായിരുന്നു. നദി കടന്ന് അവൻ ഗെത്സമനിലേക്ക് പ്രവേശിക്കുന്ന മുമ്പേ അവൻ തന്നെ ഒരു വെളിച്ചമായി മാറി. ജീവിതത്തിന്റെ എല്ലാ കെദ്രോൻ നദിയുടെ അനുഭവങ്ങൾ, കെദ്രോൻ താഴ്വരയുടെ കൂരിരുൾ അനുഭവങ്ങൾ, ഇന്ന് പകൽ യേശുവിൽ കൂടെ വ്യാപരിക്കുന്ന വെളിച്ചം അവന്റെ അടുത്ത് വ്യാപരിക്കുന്നു. ഈ താഴ്വരയുടെ ഇടം ഒരു ഇരുട്ട് നിറഞ്ഞതായിരുന്നു. ഈ താഴ്വരയെ അത് വെളിച്ചം വീശാൻ പോവുകയാണ്. മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. യേശു അക്കരെ കടക്കണമെങ്കിൽ ഈ നദി കടന്നാലേ ആ ഗെത്സമനിലേക്ക്, ആ തോട്ടത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അവിടെ വായിക്കുന്നു, യേശു ആവർത്തിച്ചു പോയിട്ടുണ്ട്. അമ്മ എല്ലാവരും പറഞ്ഞിട്ട് ആവർത്തിച്ചു പോയിട്ടുണ്ട്. അവിടെ ആവർത്തിച്ചു പോകുന്ന ഒരു ഇടമായിരുന്നു പ്രാർത്ഥന ഇടം. നിന്നെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കാതെ, നിന്നെ ആരാധിക്കാൻ സമ്മതിക്കാതെ, നീ സത്യദൈവത്തിൽ ഇരുന്ന് കർത്താവിന്റെ നാമത്തിൽ ജീവിക്കാൻ സമ്മതിക്കാതെ നദികൾ നിൽക്കുമ്പോൾ നീ ആവർത്തിച്ച് അതിൽ കൂടെ കടന്നു പോയിട്ട് നീ പറയാൻ പോവുകയാണ്, ഞാൻ കൂരിൽ താഴ്വരയിൽ കൂടെ കടക്കും. എന്റെ കൂടെ ഒരുപാട് ആത്മാവിൽ തിരിച്ചറിഞ്ഞ ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നുപോയാലും ഒരനർത്ഥത്തെ ഞാൻ ഭയപ്പെടുകയില്ല. ഒരനർത്ഥത്തെ ഞാൻ ഭയപ്പെടുകയില്ല. കാരണം കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്റെ കൂടെ നടക്കുന്നവരുണ്ട്. അവന്റെ പേരാണ് യേശു. ഈ കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോൾ
സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ചെങ്കടൽ കണ്ടുകൊണ്ട് അതിന്റെ തീസിസ് എഴുതാനോ എസ് എഴുതാനല്ല കർത്താവ് പറഞ്ഞത്. ചെങ്കടൽ കണ്ട് അതിനെ കുറിച്ച് വർണ്ണിക്കാനല്ല കർത്താവ് പറഞ്ഞത്. ആമേൻ. പ്രശ്നത്തെ വർണ്ണിക്കാനല്ല കർത്താവ് പറയുന്നത്. പ്രതികൂലത്തെ വർണ്ണിക്കാനല്ല കർത്താവ് പറയുന്നത്. നിന്റെ ധനവാദിത്യത്തിന്റെ വലിപ്പത്തെ വർണ്ണിക്കാനല്ല കർത്താവ് പറയുന്നത്. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തെ കുറിച്ച് പറയാനല്ല കർത്താവ് പറയുന്നത്. വ്യാപരിക്കുന്ന അഭിഷേകമുണ്ട്. അതിനെക്കുറിച്ച് പറയുവാണ്. നിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ അതിനെക്കുറിച്ച് പറയാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞു നമ്മുടെ ദൈവത്തെ കുറയ്ക്കുകയാണ്. പ്രശ്നത്തെ അല്ല നീ പറയേണ്ട, ദൈവത്തെ